ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമായിട്ടുള്ള പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 195 വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ചോദ്യം ഒന്ന് വായിക്കാം. രണ്ടാംകൃതി ബഹുപദങ്ങളെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഇക്വേഷൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, x² + x + 6. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. അതായത് ഇവിടെ എത്രയാണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയായിരിക്കും, 1. അപ്പോൾ നമ്മൾ ഈ കോഎഫിഷ്യൻറ്റിൽ നോക്കിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്, 1. ഇവിടെ എത്രയാണ്, -6. ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്ന നമ്പറുകൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -6 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. നോക്കി നോക്കാം. 1 -1 × 6 -6, -2 × -3, -2 × 3. ഇനി ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്ത്, അപ്പോൾ എന്ത് ചെയ്യണം, ഈ സെയിം നമ്പർ രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, -6 കിട്ടി. അതേപോലെ ഇതേ സെയിം നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം, നമ്മുടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 കിട്ടണം. ഒന്ന് പറയാം, പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -6ഉം സം എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടണം, 1ഉം കിട്ടണം. അപ്പോൾ നമുക്ക് ഈ നമ്പർ എന്തായാലും കിട്ടില്ല എന്നറിയാം. അപ്പോൾ ഈ രണ്ട് നമ്പർ നോക്കി നോക്കാം. -2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6 കിട്ടി. ഇതേ നമ്പർ ആഡ് ചെയ്ത് നോക്കുക, -2 + 3. അപ്പോൾ എന്ത് ചെയ്യുക, 3ൽ നിന്ന് 2 കുറയ്ക്കുക, എത്ര, 1 + 1. അപ്പോൾ ഈ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട്, -6ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും നമ്പർ എന്ന് പറഞ്ഞാൽ -2ഉം 3ഉം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക വെച്ചാൽ, എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, 1ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3ഉം. അപ്പോൾ നമ്മൾ എഴുതാം x - 2 × x + 3. ഇതായിരിക്കും ഒന്നാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ചോദ്യം ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കണക്കിൽ എങ്ങനെയായിരുന്നു, ഒരു പ്ലസ്സും ഒരു മൈനസും ആണ്. ഇനി ചെയ്യാൻ പോകുന്ന കണക്കിൽ എന്താണ്, രണ്ടും മൈനസായിട്ടാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വരണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 നമുക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരേണ്ടത്, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -6 കിട്ടുന്ന നമ്പറുകളാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് -1 × 6 -6, എന്നിട്ട് നമ്മൾ ചെയ്ത് -2 × 3 -6. ചോദ്യം എന്താണ്, x² - x - 6 ആണ്. നമ്മൾ ആദ്യം ചെയ്തതിൽ പ്ലസ്സും മൈനസും, ഇത് രണ്ടിൽ എന്താണ്, മൈനസാണ്. പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്, -6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടണം, -6 കിട്ടുന്ന നമ്പറുകൾ നോക്കുക. അപ്പോൾ -6 എടുക്കുമ്പോൾ -6 എങ്ങനെ എഴുതാം, -1 × 6 എഴുതാം, -2 × 3 എഴുതാം, 1 × -6 എഴുതാം, 2 × -3 എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -6ഉം പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -1ഉം കിട്ടുന്ന നമ്പർ അത് ഏതാ പറ്റുക, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ -6 വരും. പക്ഷേ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ -1ഉം കിട്ടണം. അപ്പോൾ നമുക്ക് 2 × എല്ലാതും -6 കിട്ടും. നമുക്ക് എത്ര കിട്ടണം, -1 സമ്മ് കിട്ടണമെങ്കിൽ ഈ 2 ന്ന് 2 - 3 ആണ് എന്ത് വരിക, -1 വരുന്നത്. 2 - 3
അപ്പോൾ നമ്മൾ ഏതാണ് വാല്യൂ എടുക്കേണ്ടത്? ആദ്യം ഇത് എക്സ് പ്ലസ് 2 എന്തായിരിക്കും എടുത്തത്? എക്സ് മൈനസ് 3. എന്താണ് ചെയ്തത്? നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -6ഉം സം എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടണം? -1 കിട്ടണം. -1 കിട്ടണമെങ്കിൽ ഏതാണ്? 2ന്ന് 3 കുറച്ചാലാണ് എന്ത് കിട്ടുള്ളൂ? -1 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2ഉം -3ഉം. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത പോലെയല്ല. എന്താണ്? 3 പ്ലസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. അതിലെന്താണ്? x² പ്ലസ് 7x പ്ലസ് 6 ആണ്. പ്രൊഡക്റ്റ് ഗുണനം എന്ത് കിട്ടണം? 6. പ്രൊഡക്റ്റ് 6 നമുക്ക് കിട്ടണം. പ്രൊഡക്റ്റ് 6 കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും വേണം? 7 കിട്ടും വേണം. ആ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 × 6 എത്രയാണ്? 6. ഇനി 2 × 3 എത്ര തന്നെയാണ്? 6. ഒന്നുകൂടി ഓർക്കുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? സെയിം നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7ഉം അതേ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6ഉം കിട്ടണം. അപ്പോൾ 1 6 6 2 3 6. അപ്പോൾ 6 ഓക്കെ. അപ്പോൾ 7 കിട്ടണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. 2 കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്. 1 കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 1 കൂടെ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടി. അപ്പോൾ നമ്മൾ ഏത് നമ്പർ എടുക്കേണ്ടത്? ഈ നമ്പർ 1ഉം 6ഉം ആണ് എടുക്കേണ്ടി വരിക. അപ്പോൾ 2ഉം പ്ലസ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 6. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 6. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ x² മൈനസ് 7x പ്ലസ് 6. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 6 പ്ലസ് 6. പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? -7ഉം കിട്ടണം. അപ്പോൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടണം. അപ്പോൾ നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതി വെക്കാം. 1 × 6 6, 2 × 3 6, -1 × -6 പ്ലസ് 6 ആണ് അല്ലേ? മൈനസ് ഇതെടുക്കാൻ പറ്റിയ ഇതേ സാധനം 2ഉം 3ഉം പ്ലസ് മൈനസ് ചെയ്തെടുക്കുക. -2 × -3 എത്രയാണ്? മൈനസ് പ്ലസ്. അപ്പോൾ 2 × 3 2 × 3 6 കിട്ടി. നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? -7 കിട്ടണം. -7 കിട്ടണമെങ്കിൽ നോക്കി നോക്ക്. 2 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 5, 6 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 7, -7 നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഏതാണ്? -1 × -6 ഉണ്ട്, -2 × -3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കാം? ആഡ് ചെയ്ത് നോക്കാം. ആദ്യം -2 പ്ലസ് -3 ആഡ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടുക? -2 പ്ലസ് -3 പ്ലസ് -2 -3 2 കൂടെ 3 കൂട്ടി 5 -5 ആണ്. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ -1 പ്ലസ് -6 എടുത്തു കഴിഞ്ഞാൽ -1 പ്ലസ് -6 എടുത്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? -1 പ്ലസ് -6 പ്ലസ് മൈനസ് അപ്പോൾ -7 കിട്ടി. അപ്പോൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 6ഉം സം എടുത്തു കഴിഞ്ഞാൽ -7ഉം കിട്ടുന്ന നമ്പർ കിട്ടി. നമ്മൾ എങ്ങനെയാണ് എഴുതുക? ആദ്യം ഇതാണ് മൈനസ് ആണ്, -1ഉം -6ഉം ആണ്. അപ്പോൾ എക്സ് -1 ഇൻറ്റു എക്സ് -6. അപ്പോൾ ഉത്തരം എഴുതാം എക്സ് -1 ഇൻറ്റു എക്സ് -6. ഇതാണ് നാലാമത്തെ ചോദ്യം. പേജ് നമ്പർ 195 വരുന്ന 4 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2-3 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 എക്സാമ്പിളും കൂടി എന്ത് ചെയ്ത് നോക്കാം? ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കണക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ്? പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് 24 കിട്ടണം. തുക സം എടുത്തു കഴിഞ്ഞാൽ 10ഉം കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക?
24ൻ്റെ ഗുണിതങ്ങൾ എഴുതി വെക്കുക. 24 കിട്ടുന്ന ഗുണിതങ്ങൾ. ഒരു 24 24. ഇനി 2 × 24 2 × 12 24. 3 8 24. 6 4 24. എന്ത് ചെയ്യണം? ഇതിലേത് നമ്പറാണ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുക? ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടി. പക്ഷെ അതേ നമ്പർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 10 കിട്ടണം. അപ്പോൾ 1 കൂടി 24 കൂട്ടി 25. 12 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 14. 8 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 6. 8 കഴിഞ്ഞാൽ 9 10 11. 8 കഴിഞ്ഞാൽ 9 10 11. 6 4 10. അപ്പം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 10 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയും കിട്ടുന്നുണ്ട്? 24 കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും എന്താണ്? പ്ലസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് 4 × എക്സ് പ്ലസ് 4 × എക്സ് പ്ലസ് 6. എക്സ് പ്ലസ് 4 × എക്സ് പ്ലസ് 6. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളും കൂടി എന്ത് ചെയ്യാൻ നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ വെറുതെ എടുക്കുന്നത് x² പ്ലസ് എക്സ് മൈനസ് 20. അപ്പോൾ അതിൽ എന്താണ്? പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഗുണനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 20 കിട്ടണം. സം എടുത്തു കഴിഞ്ഞാലോ? സം എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടണം. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി വെക്കുക. ഒരു 20 അപ്പോൾ ഒരു 20. പിന്നെ 10 2 20. നമുക്കത്തെ പ്രൊഡക്റ്റ് ഇടുന്നത് -20 -20. അപ്പോൾ ഈ ഇതിലൊക്കെ ഗുണിക്കണേ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ഇട്ടാൽ മതി. -1 × 20 -20. -2 -10 × 2 20. ഇനി -4 × 5 20. ഇനി 1 × -1 × -20 -20. 2 × -10 20. 4 × -5 20. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 1 കിട്ടണം. അപ്പോൾ 1 കിട്ടണമെങ്കിൽ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെയ്താൽ കിട്ടുക? -4 × 5. അത് നമ്മൾ കൂട്ടി വെക്കാം. -4 + 5. 5 4 കുറച്ച് 1 1 +1. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുക? -4ഉം 5ഉം ആണ്. അപ്പോൾ എക്സ് -4 × എക്സ് + 5. എക്സ് -4 × എക്സ് - 5. എക്സ് പ്ലസ് ആണ്, പ്ലസ് എക്സ് + 5. അപ്പോൾ വെറുതെ നമ്മൾ 2 എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആവാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇതിലത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.